പാകിസ്ഥാനിൽ ക്രൈസ്തവരായ യുവതി യുവാക്കളുടെ വിവാഹപ്രായം 18 വയസ്സായി ഉയർത്തുന്ന ബില്ലിന് പാകിസ്ഥാൻ ദേശീയ അസംബ്ലി ഏകകണ്ഠമായി അംഗീകാരം നൽകി. 1872 നിയമപ്രകാരം പെൺകുട്ടികൾക്ക് 13 വയസ്സിലും ആൺകുട്ടികൾക്ക് 16 വയസ്സിലും വിവാഹം ചെയ്യാൻ അനുവാദം നൽകുന്ന പഴയ നിയമമാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്. 2018 കണക്കുകൾ പ്രകാരം ഏകദേശം 19 ദശലക്ഷം പാക് കുട്ടികൾ ശൈശവ വിവാഹത്തിന് ഇരകളാകുന്നുണ്ടായിരുന്നു. ഇതിൽ ശൈശവ വിവാഹം, തട്ടിക്കൊണ്ടുപോകൽ, നിർബന്ധിത മതപരിവർത്തനം തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൂടുതൽ ഇരകളാകുന്നത് ക്രൈസ്തവ പെൺകുട്ടികളായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പുതിയ തീരുമാനത്തെ പാക് ക്രൈസ്തവർ സ്വാഗതം ചെയ്യുകയാണ്. KCYM സുൽത്താൻപേട്ട് രൂപതയുടെ ആദ്യത്തെ അർദ്ധവാർഷിക സെനറ്റ് സമ്മേളനം പാലക്കാട് സെന്റ് സെബാസ്റ്റ്യൻ കത്തീഡ്രൽ ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു. രൂപതാ പ്രസിഡന്റ് ആന്റണി രാജ് മൂവർണ്ണക്കൊടി വാനിലുയർത്തിക്കൊണ്ട് സെനറ്റ് സമ്മേളനം ആരംഭിച്ചു. രൂപതയിലെ 30 യൂണിറ്റുകളിൽ നിന്നുള്ള യുവജന നേതാക്കൾ സെനറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുകയും അവരുടെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. സുൽത്താൻപേട്ട് ബിഷപ്പ് ഡോക്ടർ പീറ്റർ അബീർ സെനറ്റ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും KCYM സുൽത്താൻപേട്ട് രൂപതയുടെ വെബ്സൈറ്റ് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. KCYM സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ഷാലിൻ ജോസഫ് വിശിഷ്ടാതിഥിയായി. യൂത്ത് ഡയറക്ടർ ഫാദർ പ്രബീൻ, രൂപതാ പ്രസിഡന്റ് ശ്രീ ആന്റണി രാജ്, ഫാദർ വിജേഷ് എന്നിവർ സംസാരിച്ചു. രൂപതാ സമിതി ഭാരവാഹികളും 30 യൂണിറ്റുകളിൽ നിന്നുമായി 200-ലധികം യുവജന നേതാക്കളും അർദ്ധവാർഷിക സെനറ്റ് സമ്മേളനത്തിൽ പങ്കെടുത്തു. റഷ്യ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോകുന്ന യുക്രൈൻ ജനതയ്ക്ക് സ്വാന്തനമായി ഇറ്റാലിയൻ സഭ. കത്തോലിക്ക സന്നദ്ധ സംഘടനയായ കാരിത്താസിന്റെ ഇറ്റാലിയൻ വിഭാഗം യുക്രൈനിലെ ജനങ്ങൾക്കായി 18 കോടിയോളം രൂപയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. എല്ലായിടത്തും ഭക്ഷണം, ജലം, മരുന്ന്, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ അഭാവം രൂക്ഷമാണ്. ജനങ്ങളുടെ ജീവിതം ദുരിതപൂർണമായ പശ്ചാത്തലത്തിലാണ് ഇറ്റലിയിലെ കാരിത്താസ് സംഘടന സൂപ്പർ പദ്ധതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. യുക്രൈനിലെ പല ദുരിത മേഖലകളിലും വത്തിക്കാൻ നേരത്തെ നിരവധി തവണകളിലായി സഹായമെത്തിച്ചിരുന്നു. കേരള സംസ്ഥാനത്തിന്റെ ഒട്ടേറെ പ്രതീക്ഷകൾ തകർത്തെറിഞ്ഞ ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് സീറോ മലബാർ സഭ ആത്മായ ഫോറം. 2 സഹമന്ത്രിമാർ സംസ്ഥാനത്തു നിന്നുള്ള സാഹചര്യത്തിലും കേരളത്തെ അവഗണിച്ചത് സംസ്ഥാനത്തോടുള്ള കടുത്ത അവഗണനയായി കാണണം. കേരളത്തെ പൂർണ്ണമായും തഴഞ്ഞ ഒരു ബജറ്റാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ്. എല്ലാ വർഷവും കേരളം കുന്നോളം ചോദിക്കും, എന്നാൽ കുന്നിക്കുരു പോലും കിട്ടുന്നില്ലെന്നാണ് ഓരോ കേന്ദ്ര ബജറ്റ് കഴിയുമ്പോഴും കേരളം അനുഭവിക്കുന്നത്. കാർഷിക പ്രശ്നങ്ങൾ, വിലക്കയറ്റം, മലയോര മേഖല തുടങ്ങി സാധാരണക്കാരെ അവഗണിച്ച് മുതലാളിമാർക്ക് പാദസേവ ചെയ്യുന്ന ബജറ്റാണിത്. കേരളത്തിലെ കുട്ടി ആഘോഷിക്കപ്പെട്ട 2 കേന്ദ്ര സഹമന്ത്രിമാരും ഈ അവഗണനയ്ക്ക് മറുപടി പറയണം. കേരളത്തിന്റെ സകല ആവശ്യങ്ങളും തള്ളിയ ഈ കേന്ദ്ര ബഡ്ജറ്റിന്റെ അവഗണനയ്ക്കെതിരെ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി സീറോ മലബാർ സഭ ആത്മായ ഫോറം. യുക്രൈൻ സന്ദർശനത്തിനായി എത്തിച്ചേർന്ന മാർപ്പാപ്പയുടെ പ്രതിനിധിയും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായ കർദിനാൾ പിയത്രോ പരോളിൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി. യുക്രൈൻ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സമാധാന പദ്ധതിയെ തുടക്കം മുതൽ പരിശുദ്ധ സിംഹാസനം പിന്തുണച്ചിട്ടുണ്ടെന്ന് യോഗത്തിനു ശേഷം കർദിനാൾ ഊന്നിപ്പറഞ്ഞു. യുക്രൈനെതിരായ റഷ്യയുടെ ആക്രമണത്തെക്കുറിച്ചും ദുഷ്കരമായ മാനുഷിക സാഹചര്യങ്ങളെക്കുറിച്ചും വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി ചർച്ച ചെയ്തതായി സെലൻസ്കി സോഷ്യൽ നെറ്റ്വർക്കായ എക്സിൽ കുറിച്ചു. നീതിയുക്തവും ശാശ്വതമായ സമാധാനം സ്ഥാപിക്കുന്നതിൽ വത്തിക്കാൻ വഹിക്കുന്ന പങ്കിനും രാജ്യത്തിനും ജനങ്ങൾക്കും കർദിനാൾ നൽകുന്ന പിന്തുണയ്ക്കും നന്ദിയുള്ളവനാണെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു.